எனக்கு പുറത്ത് പോണം, എനിക്ക് പുറത്ത് പോണം, എനിക്ക് പുറത്ത് പോണം. പുറത്ത് പോകേണ്ടവരെ ഇറക്കി വിടണം. സീസൺ 6-ൽ ഒരു മത്സരാർത്ഥിയുണ്ട്, ജാൻമണി ദാസ്. അവളുടെ വിചാരം അവളെ ഓശാനിച്ച് നിൽക്കണം എല്ലാവരും എന്നാ. ആരാണവള്? എല്ലാ മത്സരാർത്ഥികളെ പോലെ ഒരു മത്സരാർത്ഥി. പിന്നെ ഒരു പ്രത്യേകത ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളത്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതിലെല്ലാം മികവ് പുലർത്തിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ട്രാൻസ്ജെൻഡേഴ്സിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നതും അങ്ങേയറ്റം ആദരിക്കുന്നതുമായ ഒരു വ്യക്തിയാണ് പേഴ്സണൽ ലൈഫിൽ ഞാൻ. എന്നാൽ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ജാൻമണി ദാസിൻ്റെ ഭയങ്കരമായിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ജാൻമണി പറയുന്നത്. ഇതിൽ എന്ത് സംതൃപ്തിയാണ് അവർക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു റിയാലിറ്റി ഷോയിൽ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കൂട്ടത്തിൽ വഴക്കുകൾ ഉണ്ടാവുന്ന സ്വാഭാവികമാണ്. ജാൻമണി ആരോടൊക്കെ വഴക്കുണ്ടായിട്ടുണ്ടോ അവരെയൊക്കെ പ്രാഗി അറഞ്ചം പറഞ്ചം വരുത്തും. എന്താണ് ഇവരുടെ പ്രാക്ക് കേൾക്കാനിരിക്കുകയാണോ ഈശ്വരൻ? അതുപോലെ തന്നെ മറ്റൊരു മത്സരാർത്ഥിയോട് അടിയുണ്ടാക്കി കഴിഞ്ഞപ്പോൾ പറയുന്നു, പുറത്തോട്ട് ഇറങ്ങട്ടെ, അവളുടെ ജീവൻ നശിപ്പിക്കുന്നു. ഇവളാരാ? ഇവളാണോ ജീവനും ജീവിതവും കൊടുക്കുന്നത്? ഇവളാണോ നശിപ്പിക്കാനിരിക്കുന്നത്? എന്നിട്ട് അഭിനയിച്ചൊരു മോഹാത്സ്യം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇറങ്ങി വന്നേക്കുന്നു. കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴത്തേന് മോഹാത്സ്യമൊക്കെ അങ്ങ് മാറി. അടവും അഭ്യാസവും പിടിച്ച ഒരു മത്സരാർത്ഥി സീസൺ 6-ൽ അത് ജാൻമണി ദാസ് തന്നെയായിരിക്കും. മറ്റു മത്സരാർത്ഥികളെല്ലാം തമ്മിൽ അടിയുണ്ടാക്കാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്. അതൊക്കെ ഗെയിമിൻ്റെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പുള്ളിക്കാരിയുടെ നേരെ പുള്ളിക്കാരി ചെയ്യുന്ന തെറ്റുകൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവർ ഭയങ്കര മോശം. പാട്ടാൽ അവരെ അങ്ങ് പ്രാഗി അങ്ങ് പണ്ടാരവർത്തിപ്പിക്കും. ഇതെന്തോന്നാ ഇത്? പുള്ളിക്കാരി പറയുന്ന സത്യം പറഞ്ഞ പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. അത് പുള്ളിക്കാരിയുടെ ഒരു 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 തന്ത്രമായിട്ടും അതിനെ മാറ്റാറുണ്ട് പലതവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം മലയാളം നേരെ ചോനെ അറിയത്തില്ല സംസാരിക്കാൻ. അങ്ങനെ വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ മാറ്റി മാറ്റി കളിക്കുന്ന ഒരു ഡ്രാമ ക്യൂനാണ് ജാൻമണി ദാസ്. അതുപോലെ തന്നെ കഴിഞ്ഞ റിയാലിറ്റി ഷോകളിലൊക്കെ റിയാസും ജാസ്മിനും ഒക്കെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ലാലേട്ടൻ വന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നത് കാണാമായിരുന്നു. ഇതൊരു മലയാളം റിയാലിറ്റി ഷോയാണ്, മലയാളത്തിൽ സംസാരിക്കണം, പ്രേക്ഷകർക്ക് മനസ്സിലാവണമെന്നൊക്കെ. ഈ ജാൻമണി സംസാരിക്കുന്ന ഏത് ഭാഷയിലാണോ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ജാൻമണിക്ക് മാത്രം ഇത്ര ഇത് കൊടുത്തിരിക്കുന്നത്, ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്തുവാ? ഇതൊരു മലയാളം റിയാലിറ്റി ഷോ ആണെങ്കിൽ മറ്റു മത്സരാർത്ഥികൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അല്ലെ ഹിന്ദി സംസാരിക്കുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് അത് മനസ്സിലാവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. പല മത്സരാർത്ഥികളുടെയും നേരെ ഷൗട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മോഹൻലാൽ. എന്തുകൊണ്ടാണ് ജാൻമണി ദാസിന്റെ മലയാളം മിക്സ് ചെയ്ത്, തമിഴ് മിക്സ് ചെയ്ത്, ഇംഗ്ലീഷ് മിക്സ് ചെയ്ത്, ഹിന്ദി മിക്സ് ചെയ്ത് സംസാരിക്കുന്ന ഈ ഭാഷ എന്തുകൊണ്ടാണ് നിർത്താൻ പറ്റാത്തത്? അല്ലെങ്കിൽ എന്തിനാണ് മലയാളം നല്ല രീതിയിൽ അറിയാൻ വയ്യാത്തൊരു മത്സരാർത്ഥിയെ ബിഗ് ബോസ് മലയാളം സീസൺ 6-ലേക്ക് കൊണ്ടുവന്നത്? അപ്പം ചിലർക്ക് മാത്രം ഒരു സ്പെഷ്യൽ കെയറിങ് കൊടുക്കുക, മറ്റു ചിലർക്ക് മാത്രം എന്ത് സ്പെഷ്യൽ കെയറിങ് ആണ് കൊടുക്കേണ്ടത്? ജാൻമണി ഒരു സ്ത്രീയാണ്, ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്ത് വന്നിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്, ഒരു മനുഷ്യനാണ്. മറ്റു മത്സരാർത്ഥികളെ പോലെ തന്നെ വെറും ഒരു മത്സരാർത്ഥി മാത്രമാണ് ജാൻമണി ദാസ്. ഒരു സ്ഥാനം മാത്രം കൊടുത്താൽ മതി, സ്പെഷ്യൽ കാറ്റഗറി ഒന്നും അവിടെ ആർക്കും ആവശ്യമില്ല. വളരെ ദുർവാസാവോ ശാപിക്കാൻ ഇങ്ങനെ പ്രാഗ് വിതറി അങ്ങ് ഇട്ടേക്കുമല്ലയോ? പുറത്തു വരുമ്പോൾ ഇവള് കുറെ ഉണ്ടാക്കുമെന്ന്. ഇവളെന്ത് പവറാ ഇവക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? പുല്ലങ്ങാണ്ട്.